ഹലോ കേട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളെയാണ് ബസൂക്ക റിലീസിങ്. അപ്പോൾ റിലീസിങ്ങിനോടനുബന്ധിച്ച് ഒരു പുതിയ സാധനം കൂടി അവർ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ്? പുതിയൊരു ടീസർ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടീസർ എങ്ങനെയുണ്ടെന്ന് ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് വേണം അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടീസറിൽ കാണിച്ച രംഗമുണ്ടായി. എൻ്റെ മോനത് എന്തത്, എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. ഓളപ്പൻ സാധനം ഇറക്കി വിട്ടുള്ളത് എല്ലാം നമ്മൾ അവിടെ ഇവിടെ കണ്ടുപോയി തന്നെ. കത്തണ മനസ്സിലായ നടുവരല കത്തണ. ശരിക്കും നിങ്ങളാരാ? ഇതിപ്പോ ഗ്രേറ്റ് ഫാദറിൽ അയ്യം വിജയൻ ചോദിക്കുന്നത് ഇതായിട്ട് തോന്നുന്നുണ്ട്. ഏതാണ്ട് അതേമാതിരിയൊക്കെ തന്നെ നിന്നുകൊണ്ട് പടം. അപ്പോൾ ആദ്യം ഒരു ടീസർ വന്നു, പിന്നെ ട്രെയിലർ വന്നു, വീണ്ടും ഒരു ടീസർ. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയൊക്കെ മമ്മൂക്കയുടെ ആയ പ്രൊമോഷന് പങ്കെടുക്കാൻ കഴിയാത്ത ആ ഒരു ഗ്യാപ്പാണ് ഇങ്ങനെ നികത്തി വിടുന്നത്. ഇടിവിട്ട് സാധനം ഇറക്കി വിട്ടിട്ടുള്ളത്. അതന്നല്ല, അണിയറ പ്രവർത്തകരുടെ ചില വെളിപ്പെടുത്തലും കൂടി നോക്കുമ്പോൾ പടം വേറെ ലെവലാണ്. ഈ മമ്മൂക്കയ്ക്ക് പ്രൊമോഷൻ പരിപാടിക്ക് പങ്കെടുക്കാൻ കഴിയാതെയും ഈ പടത്തിന് ഇത്രയും ഹൈപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒറ്റ പേര്, വൺ ആൻഡ് ഓൺലി മമ്മൂക്ക. ഈ പടത്തിനെ കുറിച്ച് പറയണമെങ്കിൽ ഈ പടത്തിന്റെ ഹാർട്ട് ഡയറക്ടർ വന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ബസൂക്കയ്ക്ക് രണ്ടാം ഭാഗമുണ്ട്. രണ്ടാം ഭാഗത്തിലാണ് മമ്മൂക്കയുടെ വേറൊരു ലുക്ക്. പക്ഷെ അതെന്തോ മണ്ടനാണോ, വെറുതെ അല്ലല്ലോ, വെറും മണ്ടനായതുകൊണ്ടാണോ ഇമാതിരി കാര്യങ്ങളൊക്കെ പുറത്തു വിടുക എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കണം കേട്ടോ. പക്ഷെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഫാൻസിന് ഈ പടത്തിൽ ആഘോഷിക്കാൻ വകയുണ്ടെന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് തന്നെയല്ല, ഇനി ഒരാളുടെ കാര്യം കൂടെ ഇതുവരെ അണിയറപ്പുറത്തോട് ഒരു രീതിയിലും പുറത്തു വിട്ടിട്ടില്ല. ഈ പടത്തിൽ ബാബു ആൻ്റണി ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോസ്റ്റർ ഇറക്കി വിടുന്നുണ്ട്. ഇതുവരെ അതിൽ ബാബു ആൻ്റണിയുടെ വന്നിട്ടില്ല. ഇന്നലെ വന്നിട്ടുള്ളത് എന്താണ്, ഹക്കീം ഷാജഹാൻ, അങ്ങനെ ആ നടൻ്റെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇന്നത്തെ പോസ്റ്ററിൽ മിക്കവാറും ബാബു ആൻ്റണി ആയിരിക്കും എന്നുള്ളതിന് തർക്കമില്ല. ഞാൻ മുൻപ് പറഞ്ഞു തന്നെ, ഇപ്പോൾ ആര്യയും മമ്മൂക്കയും തമ്മിലുള്ള ഒരു ഗെയിം ഇതായിരുന്ന മൂവിയാണ് ഗ്രേറ്റ് ഫാദർ. അതേ ലെവലിലാണ് ഈ പടം എന്നുള്ളത് സംശയമൊന്നുമില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിൽ തന്നെ മറ്റവൻ ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞ നടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്നുള്ളത്. ആ പടത്തിൽ അയ്യം വിജയൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. പക്ഷെ അതായിട്ടൊന്നും ഒരു ചെറിയ സാമ്യം ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഈ പടം എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും അത് പ്രിവ്യൂ ഷോ നടന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നുള്ള വെളിപ്പെടുത്തലൊക്കെ വെച്ച് നോക്കുമ്പോൾ വേറെ ലെവല് സാധനമാണ്. അപ്പോൾ ഏപ്രിൽ 10, അതായത് നാളെയാണ് യഥാർത്ഥ സംഭവം കേരളം അറിയാൻ പോകുന്നത് എന്താണെന്നുള്ളത്. ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചേക്കിന്. ഇതുവരെ കാണാത്ത രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നാളത്തെ ഒരു ദിവസം എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ തന്നെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ സ്വന്തം കാക്കു, ബൈ.